ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് ഇതേപോലെ നല്ല നാരുള്ള നാടൻ കലത്തപ്പം അരിപ്പൊടിയിൽ എങ്ങനെ ഉണ്ടാക്കുക എന്ന് നമുക്ക് കാണാം. എല്ലാവരും ഇത് ഉണ്ടാക്കുന്നത് അരി വെള്ളത്തിലിട്ട് കുതിർത്തി അരച്ചിട്ടൊക്കെയാണ് ഉണ്ടാക്കുക. അതും ഒരു പണി കൂടുതലല്ലേ. ഇത് അരിപ്പൊടിയിൽ സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്ന് നമുക്ക് കാണാം. അതിന് ഞാൻ എടുത്തിരിക്കുന്നത് 2 കപ്പ് അരിപ്പൊടിയാണ്. അരിപ്പൊടി ഏതാ വെച്ചാൽ നമ്മൾ നൂൽപുട്ട് പത്തിരിക്കൊക്കെ ഉപയോഗിക്കുമല്ലോ, അങ്ങനത്തെ നൈസ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് അതിലേക്കുള്ള തേങ്ങ അരച്ചെടുക്കാം. 2 കപ്പ് പൊടിക്ക് ഞാൻ ഇടുന്നത് 1/2 കപ്പ് തേങ്ങയാണ് കേട്ടോ. അതിൻ്റെ കൂടെ ഒരു 6 ഏലക്ക, ഒരു 1/2 ടീസ്പൂണ് ചെറിയ ജീരകം. അതിലേക്ക് ഇനി നമുക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ച് കൊണ്ടുവരാം. ഇതേപോലെ നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. കണ്ടില്ലേ, ഇതേപോലെ അരച്ചെടുക്കുക. ഇനി നമുക്ക് ഇതിൽ തന്നെ പൊടിയിട്ടൊന്ന് അരയ്ക്കാം. നമുക്ക് ഈ തേങ്ങയിൽ തന്നെ 2 കപ്പ് പൊടിയിടാം, അരിപ്പൊടി. അതിലേക്ക് ഇനി നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. 1/2 കപ്പ് വെള്ളം ഒഴിക്കണം കേട്ടോ പൊടിയിൽ. ഞാനിപ്പോൾ 1 കപ്പ് ഒഴിച്ചിട്ടുണ്ട്. 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി ഇത് നന്നായിട്ട് അരച്ച് കൊണ്ടുവരാം കേട്ടോ. പൊടി അരച്ചുകൊണ്ടുവന്നത് ഇതേപോലെ ഈ ലൂസിന് അരയ്ക്കണം കേട്ടോ. നമ്മൾ പൊടി അരയ്ക്കുമ്പോൾ 1/2 കപ്പ് വെള്ളം ഒഴിച്ച് അരച്ചു നോക്കുക. അത് കട്ടി കൂടുതലാണെങ്കിൽ ഇച്ചിരി കൂടി വെള്ളം ഒഴിച്ചിട്ട് ഈ ലൂസിൽ ആക്കിയെടുക്കുക. അത് എന്താ വെച്ചാൽ ചില പൊടികൾക്ക് വെള്ളം കൂടുതലും കുറവും വേണ്ടി വരും. അതുകൊണ്ടാണ് അങ്ങോട്ട് ഇങ്ങോട്ട് ആവാം, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇതിവിടെ ഇരുന്നോട്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ശർക്കര ഉരുക്കിയെടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/2 കപ്പ് ശർക്കര, പൊടിച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ശർക്കര ഇട്ട് ഇനി നമുക്കിതിൽ ഞാനിവിടെ ഒരു 3/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് ശർക്കരയിൽ. ശർക്കര നന്നായിട്ടൊന്ന് അലിഞ്ഞ് വരട്ടിട്ടോ. ശർക്കര ഒന്ന് തിളച്ച് ശർക്കരയൊക്കെ ഉരുകി വന്നാൽ മതി. നൂൽപ്പരുവൊന്നും ആവണ്ട. അത് എന്തിനാ ഉരുക്കണമെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ കരടൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ തരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഉരുക്കണത്. ശർക്കര നന്നായിട്ട് ഉരുകി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ശർക്കര പാനി ചൂടോടൊക്കെ തന്നെ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തരിച്ചിട്ട് ഒഴിക്കാം. ഇളക്ക് ഇളക്ക്. കളയല്ലേ. കണ്ട ഇതിൻ്റെ തരി അഴുക്ക്. ചൂടോടെ ഒഴിക്കണം കേട്ടോ ശർക്കര പാനി, അപ്പോഴേ ശരിയായി വരുള്ളൂ. ഇതിപ്പോൾ നമ്മൾ ശർക്കര പാനി ഒഴിച്ചപ്പോൾ ഒന്നുകൂടി ലൂസായി, കണ്ടില്ലേ. ഈ ലൂസിൽ വേണം നമുക്ക് കിട്ടാൻ. ഇത് നമുക്ക് ചൂടോടെ വേണം ഇത് ഉണ്ടാക്കാൻ. അതിൻ്റെ പേരിൽ ഞാൻ വേഗം കുക്കർ അടുപ്പത്ത് വെച്ച് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി എടുക്കുകയാണ്. നമുക്ക് ഇനി കുക്കർ ചൂടായിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിൻ്റെ കൂടെ നമുക്ക് 1 ടേബിൾ സ്പൂണ് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നെയ്യും എണ്ണയും തമ്മിൽ ചൂടാവട്ടെ. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് തേങ്ങ കൊത്തിട്ട് കൊടുക്കാം. 1/2 കപ്പ് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ഈ ഉള്ളി ഗോൾഡൻ കളർ ആവുന്ന വരെ നമുക്കിനി ഇളക്കി കൊടുക്കാം. ഉള്ളി അവിടെ ഇരുന്ന് ആയിക്കോട്ടെ. അപ്പോഴത്തെ നമുക്കിതിൽ 2 സാധനം കൂടി കൂട്ടാനുണ്ട്, അത് കൂട്ടാം. ഇതിലേക്ക് നമുക്കിനി ഒരു 1/4 ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. മാവ് ചൂടുള്ളത് കൊണ്ടാണ് നേരത്തെ ഇടാതെ കുക്കറിൽ ഒഴിക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് ഇട്ടത് കേട്ടോ. ഒക്കെ പാടെ കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞ് ഇനി നമുക്കത് ഒന്നുകൂടി അടുപ്പത്ത് നോക്കാം.
ഇപ്പോൾ ഉള്ളിയും തേങ്ങയും ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മാവ്. എൻ്റെ അടുത്തുള്ളത് ചെറിയ കുക്കറാണ്, അതുകൊണ്ട് ഞാനിതിൽ 2 പ്രാവശ്യമായിട്ടാണ് ഈ മാവ് കലക്കിയത് ഉണ്ടാക്കുന്നത്. അപ്പോൾ വലിയ കുക്കറാണെങ്കിൽ ഒന്നിച്ചിട്ട് ഒഴിക്കുക. ചെറിയ കുക്കറാകുമ്പോൾ ഒന്നിച്ചിട്ട് ഒഴിച്ചാൽ വേഗുന്നതിലും ടൈം ഉണ്ടാവും, പിടിക്കും, കരിഞ്ഞു പോവാനും സാധ്യതയുണ്ട്. അപ്പോൾ 2 കുക്കറിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഓക്കെ, കറക്റ്റായിരിക്കും. വലിയ കുക്കറാകുമ്പോൾ 1 കുക്കറിൽ ഒഴിച്ചു കൊടുക്കുക. 30 സെക്കൻഡ് നല്ല തീയിൽ വെക്കുക. ഇനി നമുക്ക് കുക്കർ മൂടി വെക്കാം. വിസിൽ ഊരിയിട്ട് വേണം മൂടാൻ കേട്ടോ. ഇനി നമുക്ക് ചെറിയ തീയിൽ വെച്ച് കൊടുക്കാം. മൂടി വെച്ചതിന് ശേഷം 8 മിനിറ്റ് ചെറിയ തീയിലും വെക്കുക. നമ്മുടെ കലത്തപ്പം വെച്ചിട്ട് ഇപ്പോൾ 8 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കതിന് ഇറക്കി വെക്കാം. കുറച്ച് നേരം ഇവിടെ ഇരുന്ന് ചൂടാറട്ടെ. ഇതിപ്പോൾ ഇറക്കി വെച്ച് 8 മിനിറ്റ് ആയേ. നമുക്കിനി തുറന്ന് നോക്കാം. അയ്യോ, എന്ത് സൂപ്പറായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു ഈർക്കലി കൊണ്ട് കുത്തി നോക്കാം ഉള്ളു വെന്തിക്കണമെന്ന്. ആ, നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, 4 വശത്തും വെന്തിട്ടുണ്ട്. നമ്മുടെ കലത്തപ്പം ഇപ്പോൾ വെന്ത് നല്ല സൂപ്പറായിട്ട് പൊന്തി വെന്ത് റെഡിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് എടുക്കണമെങ്കിൽ നല്ല ചൂടാറണം. ചൂടോടെ എടുക്കുകയാണെങ്കിൽ ആകെ പൊട്ടിപ്പൊളിഞ്ഞ് വരും. നമുക്ക് ചൂടാറിയതിന് ശേഷം നമുക്ക് പാത്രത്തിൽ കൊട്ടിയെടുക്കാം. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. നമ്മുടെ കലത്തപ്പത്തിൻ്റെ സൈഡൊക്കെ കണ്ടില്ലേ വെണ്ടിക്കണത്? ചൂടാറി കഴിഞ്ഞാൽ ഇങ്ങനെ വിട്ട് വരും. അപ്പം നമുക്ക് ഒന്നുകൂടി ഈ ഇതുകൊണ്ട് ഇളക്കി കൊടുക്കാം, ചട്ടകം കൊണ്ട്. ഇനി നമുക്ക് പാത്രത്തിലേക്ക് കൊട്ടി കൊടുക്കാം. നമുക്കിനി ഇത് പാത്രത്തിലേക്ക് കൊട്ടി കൊടുക്കാം. ഒന്ന് കൈയും കൂടി വെക്കാം. അയ്യോ, കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ട് അടിയൊക്കെ നല്ല ലെവലിൽ വന്നിട്ടുണ്ട്. ഇത് രണ്ടാമത്തത് ഇട്ടോ, രണ്ടാമത് ഉണ്ടാക്കിയത്. നമുക്കിനി ഇത് മുറിച്ച് നോക്കാം. അയ്യവാ, ഇത് കണ്ടില്ലേ, നല്ല നാര് പോലെ അയക്കണത് കണ്ടില്ലേ 2 വശത്തും. നമ്മുടെ കലത്തപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല സിമ്പിളായിട്ട് അരിപ്പൊടിയിൽ ഉണ്ടാക്കുന്നതാണ്. ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. പണ്ടുള്ളവരൊക്കെ എല്ലാവരും ഉണ്ടാക്കും. ഇപ്പം അങ്ങനെ ആരും ഉണ്ടാക്കാറില്ല. ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.